ഹലോ മക്കളെ, അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പോവാണ് അല്ലെ. 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേടിയുള്ളൊരു വർഷമായിരിക്കും. പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ബയോളജിയിൽ. ആ കാര്യങ്ങൾ മിസ്സിന്റെ കൂടെ തന്നെ വളരെ നീറ്റായിട്ട് നമുക്ക് പഠിച്ച് പോവാം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ജീവന്റെ ജനിതകം എന്നാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര്, ജീവന്റെ ജനിതകം. അപ്പം ജീവന്റെ ജനിതകം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജനിതകപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. DNA-യുടെ സ്ട്രക്ചർ പഠിക്കാനുണ്ട്, RNA-യുടെ സ്ട്രക്ചർ പഠിക്കാനുണ്ട്. അങ്ങനെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കണത്. ജീവന്റെ ജനിതകം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചാപ്റ്റർ ജീവന്റെ ജനിതകം. ഇവിടെ ജീൻ എഡിറ്റിങ്ങിന്റെ രീതിശാസ്ത്രം വികസിപ്പിച്ചതിന് രസതന്ത്ര നൊബേൽ കിട്ടിയിട്ടുള്ള 2 ആൾക്കാരുടെ ഫോട്ടോ. ആരൊക്കെയാണ്? ജെന്നിഫർ എ ഡൗഡ്ന ആൻഡ് എമ്മാനുവൽ കാർപെന്റിയർ എന്ന് പറയുന്ന 2 സയന്റിസ്റ്റുകളുടെ ഫോട്ടോ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ജീൻ എഡിറ്റിങ്ങിന്റെ രീതിശാസ്ത്രം വികസിപ്പിച്ചതിന്. അപ്പൊ എന്താ ഈ ജീൻ എഡിറ്റിംഗ്? അപ്പൊ ജീൻ എന്താന്ന് പഠിക്കണം അല്ലെ. അങ്ങനെയാണെങ്കിലല്ലേ വീഡിയോ എഡിറ്റിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇവിടെ പഠിക്കുന്നത് ജീൻ എഡിറ്റിങ്ങിനെ പറ്റിയിട്ട്. ജീൻ എന്ന് പറയുന്നത് വളരെ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്തൊരു സംഭവമല്ലേ. അതിനെ എഡിറ്റ് ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിനാണ് ഇവർക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? കെമിസ്ട്രിയിലുള്ള രസതന്ത്രത്തിലുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് 2020 രസതന്ത്ര നോബൽ എമ്മാനുവൽ കാർപെന്റിയർ, ജെന്നിഫർ എ ഡൗഡ്ന എന്നിവർ പങ്കിട്ടു. DNA-യിലെ ജീനുകളിൽ അവിശ്വസനീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് CRISPR-Cas9 എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിനാണ് പുരസ്കാരം. ഇത് ജനിതക രോഗ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനും ഇത് ഉപകരിക്കും. അപ്പൊ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി, അത് എന്തൊക്കെ യൂസസ് ആണ് അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നത് അല്ലെ. ഇനി നമുക്ക് ഫ്യൂച്ചറിൽ ഒത്തിരി അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഒത്തിരി ഗുണങ്ങൾ കിട്ടുന്ന ഒരു മേഖലയാണിത്. ജനിതക രോഗ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും അതുപോലെ തന്നെ കൃഷി റിലേറ്റഡ് ആയിട്ട് കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിപ്പിക്കുന്ന വിളകൾ ഉണ്ടാക്കാനൊക്കെ നമ്മളെ സഹായിച്ചേക്കാം എന്നാണ് പറയണത് ജീൻ എഡിറ്റിംഗ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒരു കുട്ടിയുടെ ഡൗട്ട് നോക്കിക്കേ, ജീനിനെ നമുക്ക് കാണാൻ കൂടി കഴിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇതിനെ എഡിറ്റ് ചെയ്യാന്ന് ചോദിക്കണം അല്ലേ. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റില്ല, പിന്നെ ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നാണ് ആ കൊച്ചിന്റെ ഡൗട്ട്. നിങ്ങൾക്കും ഉണ്ടാവും അല്ലേ അങ്ങനത്തെ ഒരു ഡൗട്ട്. സോ DNA അല്ലെങ്കിൽ DNA-യുടെ ഫുൾ ഫോം DNA, ജീൻ. DNA നിങ്ങൾ DNA RNA ഒക്കെ 9th പഠിക്കുന്നുണ്ട്. DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലേ. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് DNA. ജീൻ എന്നിവയെ കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയാണ് ജീൻ എഡിറ്റിങ്ങിലേക്ക് നയിച്ചത്. അപ്പം DNA-നെ പറ്റിയിട്ടും ജീനിനെ പറ്റിയിട്ടുള്ള നല്ലൊരു അറിവുള്ളത് കൊണ്ടാണ് അവർക്ക് ജീൻ എഡിറ്റിംഗ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. DNA എന്ന ന്യൂക്ലിക് ആസിഡിന്റെ ഘടന അനാവരണം ചെയ്തത് ജീവശാസ്ത്ര പഠനങ്ങളിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടങ്ങളിൽ ഒന്നായിരുന്നു. അപ്പൊ DNA-യുടെ ഘടന, നമ്മുടെ ശരീരത്തിലുള്ള DNA അല്ലെ, നമ്മുടെ ഓരോ സെല്ലിലുമുള്ള ക്രോമസോമിലുള്ള DNA-യുടെ സ്ട്രക്ചർ, സെല്ലുകൾ പോലും നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ടാണ് നോക്കുന്നത് അല്ലെ. അപ്പൊ അതിനുള്ളിലുള്ള ന്യൂക്ലിയസ് അതിൻ്റെ ഉള്ളിലുള്ള ക്രോമസോമിനെയൊക്കെ വെച്ചിട്ടുള്ള DNA-യുടെ ഒക്കെ സ്ട്രക്ചർ പഠിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഘടന അനാവരണം ചെയ്തതാണ് ബയോളജിയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. ഏറ്റവും വലിയൊരു കുതിച്ചുചാട്ടം എന്നാ പറയണത് അല്ലെ. അത്രയും മഹത്തായ ഒരു കണ്ടുപിടുത്തമാണ് നമ്മുടെ ബയോളജിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കണ്ടുപിടുത്തം. നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള DNA-യുടെ സ്ഥാനം എവിടെയാണെന്ന് നോക്കിയേ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ കോടാനുകോടി കോശങ്ങളുണ്ട് അല്ലെ, ഒത്തിരി സെല്ലുകളുണ്ട്. കോശങ്ങൾ ചേർന്നു, കോശങ്ങൾക്ക് എന്തുണ്ട്? കോശങ്ങൾക്ക് ന്യൂക്ലിയസ് ഇല്ലേ? ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരുണ്ട് മക്കളെ? ദാ ക്രോമസോംസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരാ ഉള്ളത്? ക്രോമസോംസ് ഉണ്ട്. ഈ ഒരു ക്രോമസോം നമ്മൾ നോക്കുകയാണെങ്കിൽ ദാ ക്രോമസോമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദാ ഈ ഒരു പിക്ചർ നിങ്ങൾ പല സിനിമകളൊക്കെ കാണുമ്പം ഫിലിമിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു ജനറ്റിക് റിലേറ്റഡ് പടങ്ങളൊക്കെ സയന്റിഫിക്
മൂവീസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഈ ഒരു സ്ട്രക്ചറാണ് ആർക്കുള്ളത്. ഇതാണ് DNA സ്ട്രക്ചർ അല്ലെ, ഒരു ചുറ്റുകോവണി മാതൃക എന്നാ പറയാ. ചുറ്റുകോവണി മാതൃകയാണ് നമ്മുടെ DNA ഉള്ളത്. സോ ഇതാണ് ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA എന്നൊക്കെ പറയും. അപ്പൊ ഈ ഒരു DNA ഘടനയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു DNA എങ്ങനെയാണ് അല്ലെ, ഇത്രയും ഒരു കോശത്തിനുള്ളിലുള്ള ന്യൂക്ലിയസിനുള്ളിലുള്ള ക്രോമസോമുകളിലുള്ള ഈ ഒരു DNA ആണ് നമ്മൾ നോക്കുന്നത്. സോ DNA ഘടന 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും DNA ചുറ്റുകോവണി മാതൃക അവതരിപ്പിച്ചു. ആരാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ് DNA ചുറ്റുകോവണി മാതൃക. ഈ വേർഡൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. DNA ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA എന്ന് പറയും, അല്ലെങ്കിൽ DNA ചുറ്റുകോവണി മാതൃക എന്ന് പറയും. റോസലിൻഡ് ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിൻസ് എന്നിവരുടെ എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് DNA ഘടന ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും നിർദ്ദേശിച്ചത്. അപ്പൊ എന്തിന്റെ ബേസിസിലാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും DNA ഘടനയെ പറ്റി പറഞ്ഞിട്ടുള്ളത്? ഈ റോസലിൻഡ് ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസും ഒക്കെ ചെയ്തിട്ടുള്ള എക്സ്റേ പഠനങ്ങൾ അല്ലെ, എക്സ്റേസ് ഇല്ലേ, ആ എക്സ്റേ യൂസ് ചെയ്തിട്ടുള്ള പഠനങ്ങളുടെ ബേസിസിലാണ് ഈ ഒരു DNA ഘടന നമ്മുടെ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും കിട്ടുന്നത്. റോസലിൻഡ് ഫ്രാങ്ക്ലിൻ എടുത്ത DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങളിൽ പ്രശസ്തമായ ഫോട്ടോ 51 എന്ന ചിത്രത്തിൽ നിന്നാണ് ഈ കണ്ടെത്തലിനിടയാക്കിയ നിർണായക വിവരങ്ങൾ ലഭിച്ചത്. 1958 റോസലിൻഡ് ഫ്രാങ്ക്ലിൻ 37-ാമത്തെ വയസ്സിൽ, അദ്ദേഹത്തിന്റെ 37-ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹം എടുത്തിട്ടുള്ള എക്സ്റേ 51 എന്ന് പറയുന്ന ഫോട്ടോ 51 എന്ന് പറയുന്ന പിക്ചറിൽ നിന്നാണ് നമുക്ക് അല്ലെ നമ്മുടെ സയൻസ് ഇന്ന് ഇത്രയും ഡെവലപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾ നോക്കണം. അദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടു? 1958 1958 റോസലിൻഡ് ഫ്രാങ്ക്ലിൻ അന്തരിക്കുകയുണ്ടായി. DNA ചുറ്റുകോവണി മാതൃക കണ്ടെത്തിയതിന് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കിൻസ് എന്നിവർക്ക് 1962 അല്ലെ, 1962 ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കിൻസ് എന്നിവർക്ക് മെഡിസിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. 1958 റോസലിൻഡ് ഫ്രാങ്ക്ലിൻ 37-ാമത്തെ വയസ്സിൽ അന്തരിക്കുകയുണ്ടായി. പിന്നീട് 1962 ഈ ഒരു കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കിൻസ് എന്നിവർക്ക് മെഡിസിനുള്ള നോബൽ പുരസ്കാരം ലഭിക്കുകയും ഉണ്ടായി. അപ്പം അങ്ങനെ എന്താ കണ്ടോ നിങ്ങൾ? റോസലിൻഡ് ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിൻസ്, ഫ്രാൻസിസ് ക്രിക്ക്, ജെയിംസ് വാട്സൺ. ജെയിംസ് വാട്സൺ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടാണ് നമുക്ക് അല്ലെ, 1928 ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ റോസലിൻഡ് ഫ്രാങ്ക്ലിൻ 1958 അന്തരിക്കുകയും ഉണ്ടായി. അദ്ദേഹത്തിന്റെ 37-ാമത്തെ വയസ്സിലാണ് അവര് അന്തരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണത്? നമ്മൾ DNA പറ്റി ഒന്ന് നന്നായിട്ട് സൂം ചെയ്ത് പഠിക്കാൻ പോവാ. ഓക്കെ, ഈ ഒരു ചുറ്റുകോവണി മാതൃകയിലുള്ള ഇതല്ലേ, ഈ മാതൃകയെ നമ്മൾ എന്താ വിളിക്കുക? ചുറ്റുകോവണി മാതൃക എന്നല്ലേ വിളിച്ചിട്ടുണ്ടായിരുന്നത്. DNA ചുറ്റുകോവണി മാതൃകയാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം ഇതിനകത്ത് ഇഴകള് അല്ലെ, 2 ഇഴകള്, നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ ആ ഇഴകളിനെ വിളിക്കുക സ്ട്രാൻഡ്സ് എന്നാ വിളിക്കുക. അപ്പം DNA നമ്മൾ പറയും ഡബിൾ സ്ട്രാൻഡഡ് ആണെന്ന് പറയും. ഡബിൾ സ്ട്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ 2 ഇഴകളുണ്ട്. ഡബിൾ എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അപ്പൊ ഇവിടെ ഇഴകൾ എന്ന് പറഞ്ഞിട്ടുള്ളത് 2 ഇഴകളാണുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാ ഒരു ഇഴ ഇങ്ങനെ പോകുന്നുണ്ട്, പിന്നെയോ ഒരു ഇഴ ഇങ്ങനെയും പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇഴകള്. ഈ ഇഴകള് എങ്ങനെയാ ഈ ഇഴകൾ ഉണ്ടായിട്ടുള്ളത്? അല്ലെങ്കിൽ പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നിട്ടാണ് ഇഴകൾ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഈ ഇഴകളെ നന്നായിട്ടൊന്ന് സൂം ചെയ്യുകയാണ്. ഇതാ ഈ ഒരു സ്ട്രാൻഡ് ചുമ്മാ ഇങ്ങനെ വരച്ചിട്ടുള്ള ഈ ഒരു സ്ട്രാൻഡ് നോക്കുമ്പോൾ ദാ ഇങ്ങനെയാ നമുക്ക് കാണാൻ പറ്റിയതാ. ഇതാണ് ഒരു ഇഴ, ഇത് മറ്റൊരു ഇഴയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് 2 ഇഴകൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഇഴകള് പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നിട്ടാണ് ഇഴകൾ ഉണ്ടാവുന്നത്.
ഓക്കെ, പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നിട്ടാണ് ഇഴകൾ ഉണ്ടാവുന്നത്. ഈ ഇഴകളിൽ ദാ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ പറഞ്ഞിരിക്കുന്ന പഞ്ചസാര. ഓക്കെ, ഇതാണ് നമ്മുടെ ഇഴകളിലുള്ള പഞ്ചസാര എന്ന് പറയുന്നത്, ഇതാണ്. ഇനിയോ ഫോസ്ഫേറ്റോ, ഇതാ ഈ യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഫോസ്ഫേറ്റ്. അപ്പോൾ ഈ ഒരു പഞ്ചസാരയും ഈ ഒരു ഫോസ്ഫേറ്റും ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? DNA ഇഴകൾ ഫോം ചെയ്തിട്ടുള്ളത്. ഈ പഞ്ചസാരയുടെ പേരെന്താന്ന് മിസ് പറയട്ടെ. പഞ്ചസാരയുടെ പേരാണ് ഡിയോക്സി റൈബോസ് പഞ്ചസാര. എന്താണ്? ഡിയോക്സി റൈബോസ് പഞ്ചസാര. ഡിയോക്സി റൈബോസ് പഞ്ചസാര നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഇതാണ് നമ്മുടെ DNA പഞ്ചസാര. നിങ്ങൾക്കറിയാം, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നല്ലേ നമ്മുടെ DNA ഫുൾ ഫോം പറയണത്. അപ്പൊ DNA പഞ്ചസാരയാണ് ഡിയോക്സി റൈബോസ് പഞ്ചസാര. അത് ഇതാണ് കേട്ടോ. പിന്നെ ഏതാണ് ഈ കാണിച്ചിട്ടുള്ളത്? ഇതാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ഇഴകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഡിയോക്സി റൈബോസ് പഞ്ചസാരയും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ചേർന്നിട്ടാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ഇതും DNA ആണതാ. ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പിക്ചറിലതാ ഈ ഒരു ഏരിയ ഇങ്ങനെ പടികളായിട്ട് വെച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ അതിനെ പടികൾ തന്നെയാണ് വിളിക്കുക കേട്ടോ. റാങ്ക്സ് എന്ന് പറയും. പടികൾ തന്നെയാണ് വിളിക്കുക. സ്റ്റെപ്പായിട്ട് ചുറ്റുകോവണി അല്ലേ മക്കളെ? ചുറ്റുകോവണി മാതൃകയല്ലേ DNA ചുറ്റുകോവണി മാതൃകയാണ്. അപ്പൊ ഈ പടികളാണ് ഈ പടികൾ. എന്താ ഇവിടെ കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ എഴുതി കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഒരു A ഉണ്ട്, T ഉണ്ട്, ഇവിടെ ഒരു C ഉണ്ട്, ഇവിടെ ഒരു G ഉണ്ട്, A ഉണ്ട്, T ഉണ്ട്, G ഉണ്ട്, C ഉണ്ട്. ഇങ്ങനെ കുറച്ച് ലെറ്റേഴ്സ് എഴുതിയിട്ടില്ലേ പടിയുടെ മുകളിൽ? എന്താണ് ഈ ലെറ്റേഴ്സ് എന്ന് അറിയോ മക്കളെ നിങ്ങൾക്ക്? അതാണ് നമ്മുടെ നൈട്രോജൻ ബേസുകൾ. എന്താണ്? നൈട്രോജൻ ബേസുകൾ. നൈട്രോജൻ ബേസുകൾ 4 തരത്തിലുള്ള നൈട്രോജൻ ബേസസ് ആണ് DNA 4 ടൈപ്സ് ഓഫ് നൈട്രോജൻ ബേസസ് ഉണ്ട്. എന്തൊക്കെ പേരുകളാ? അഡിനിൻ ഉണ്ട്, തൈമീൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്. ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറഞ്ഞിട്ട് 4 നൈട്രോജൻ ബേസസ് ആണ് DNA ഇത് RNA വരുമ്പോൾ ചെറുതായിട്ടൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അത് നമ്മൾ RNA പഠിക്കുമ്പോൾ പഠിക്കും. സോ അഡിനിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്, തൈമീൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്. ഇങ്ങനെ 4 ആൾക്കാരാ. അപ്പൊ നമുക്കിത് ഫുള്ള് എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഏത് ലെറ്റർ എഴുതുക? ആദ്യത്തെ ലെറ്റർ മാത്രം എഴുതും. അതാണ് ഈ A. എന്ന് പറഞ്ഞാൽ എന്താ? അഡിനിനാണ്. T എന്ന് പറഞ്ഞാൽ എന്താ? തൈമീനാണ്. C എന്ന് പറഞ്ഞാൽ സൈറ്റോസിനാണ്. G എന്ന് പറഞ്ഞാൽ ഗ്വാനിനാണ്. ഓക്കെ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. പിന്നെ തൈമീൻ, അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. കണ്ടോ നിങ്ങള്? അപ്പൊ ഇവിടെ ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ മിസ് പറയുകയാണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. അത് ശരിയാണോ നിങ്ങൾ നോക്കണം. ഇവിടെ നിങ്ങൾ കണ്ടോ, അഡിനിന്റെ കൂടെ എപ്പോഴും തൈമിനാ പെയർ ചെയ്യണേ അല്ലേ? അഡിനിൻ എന്ന് പറയുന്ന ഒരു പടിപടി ഉണ്ടാക്കുമ്പോൾ അഡിനിന്റെ കൂടെ എപ്പോഴും തൈമീനും സൈറ്റോസിന്റെ കൂടെ എപ്പോഴും ഗ്വാനിനും ഉള്ളത്. അഡിനിന്റെ കൂടെ ഗ്വാനിൻ ഇല്ല, അഡിനിന്റെ കൂടെ സൈറ്റോസിൻ ഇല്ല. അഡിനിന്റെ കൂടെ എപ്പോഴും തൈമീൻ മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് പറയാം അഡിനിൻ എപ്പോഴും തൈമിന്റെ കൂടെ പെയർ ചെയ്യുള്ളൂ എന്ന് പറയാം അല്ലെ? എപ്പോഴും ജോഡി ചേരുകയുള്ളൂ എന്ന് പറയാം അല്ലെ? അവർ രണ്ടുപേരുമാണ് മാച്ച് ആൻഡ് മാച്ച് എന്ന് പറയുന്നത്. ആൻഡ് സൈറ്റോസിൻ എപ്പോഴും ഗ്വാനിന്റെ കൂടെ ജോഡി ചേരുകയുള്ളൂ. അപ്പൊ സൈറ്റോസിനും ഗ്വാനിനും ആണ് മാച്ച് ആൻഡ് മാച്ച് അല്ലെ? ഇവർ രണ്ടുപേരും മാച്ച് ആവില്ല, ഇവർ രണ്ടുപേരും മാത്രമേ മാച്ച് ആവുള്ളൂ. അപ്പൊ നിങ്ങൾ ഞാനൊക്കെ ആകുമ്പോൾ പഠിക്കുന്ന സമയത്ത് ATM എന്ന് ആലോചിക്കും. ATM ഇല്ലേടാ? ആ ATM ആലോചിക്കുമ്പോൾ അഡിനിൻ എപ്പോഴും തൈമിന്റെ കൂടെ വരുള്ളൂ. ഓക്കെ, അഡിനിൻ സൈറ്റോസിന്റെ കൂടെയോ അഡിനിൻ ഗ്വാനിന്റെ കൂടെയോ ഒന്നും പോവില്ല. അഡിനിൻ ആരുടെ കൂടെ പോവുള്ളൂ? തൈമിന്റെ കൂടെ പോവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയോ മിസ് വരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ ഇതിന് മുകളിൽ? ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ പോർഷനിൽ? ഒന്നുമില്ല. നമ്മൾ DNA ചുറ്റുകോവണി മാതൃകയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? DNA എവിടെയാണുള്ളത് ഈശ്വര? എവിടെയാണുള്ളത്? നമ്മുടെ കോശത്തിനുള്ള ന്യൂക്ലിയസിനുള്ള ക്രോമസോമിനുള്ളിലാണ് എന്തുള്ളത്? DNA ഉള്ളത്. അപ്പോൾ ഈ ഒരു DNA ആണല്ലേ നമ്മൾ കണ്ണുകൊണ്ട് പോലും കാണാത്ത DNA ഒരു ചുറ്റുകോവണി മാതൃകയാണ് നമുക്കല്ലേ പഠിക്കാനുള്ളത്. ഈ ഒരു ചുറ്റുകോവണി മാതൃകയിൽ ആരാണുള്ളത്? ഈ ഇഴകളുണ്ട്. 2 ഇഴകളാണ് DNA-ക്കുള്ളത്. ആ ഇഴകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാരയും ഉണ്ട്, ഇവിടെ ഫോസ്ഫേറ്റും ഉണ്ട്. അപ്പൊ ഇങ്ങനെ 2 ഇഴകളും ഉണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് പടികളും ഉണ്ട് അല്ലെ? ഈ പടികളാണ് അഡിനിൻ, തൈമിൻ,
സൈറ്റോസിൻ ഗ്വാനിൻ. അഡിനിൻ എപ്പോഴും തൈമിന്റെ കൂടെയും സൈറ്റോസിൻ എപ്പോഴും ഗ്വാനിന്റെ കൂടെയും മാച്ച് ആൻഡ് മാച്ച് ആണ്. ഇവരെ നമ്മൾ എന്താ വിളിക്കുക? നൈട്രോജൻ ബേസസ് എന്നാണ് വിളിക്കുന്നത്. ഇത്രയും മിസ് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി ഒരു ടേം നിങ്ങൾക്ക് പഠിക്കാനുള്ളതാ ന്യൂക്ലിയോടൈഡ്. എന്താണ്? ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ് ഇതാണ് ഈ പഞ്ചസാര എന്ന് പറഞ്ഞിട്ടോ പറയാ. ഈ ഡിയോക്സി റൈബോസ് പഞ്ചസാരയാണ് കേട്ടോ. ഇതാണ് ഡിയോക്സി റൈബോസ് പഞ്ചസാര. ഓക്കെ, അപ്പൊ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ DNA അടിസ്ഥാന നിർമ്മാണ ഘടകം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ് ന്യൂക്ലിയോടൈഡ് എന്നാണ് പഠിക്കുന്നത്. ന്യൂക്ലിയോടൈഡ് എന്താന്നാ പറയണത്? DNA അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. DNA അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂക്ലിയോടൈഡ്. ഓരോ ന്യൂക്ലിയോടൈഡും ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളാൽ നിർമ്മിതമാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ന്യൂക്ലിയോടൈഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ്, ഒരു നൈട്രജൻ ബേസ്. ഇത്രയും പോർഷനാണ് നമ്മൾ എന്ത് വിളിക്കുക? അതാ ഈ ഒരു പോർഷനാണ് നമ്മൾ എന്ത് വിളിക്കുക? ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുക. ഓക്കെ, എന്താണ്? ഒരു ഫോസ്ഫേറ്റ് ഉണ്ടാവും, ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര ഉണ്ടാവും, ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവും. ഇത്രയും സാധനങ്ങൾ ചേർന്ന് നമ്മൾ എന്താ വിളിക്കുക? ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കും. ഓക്കെ, ഫോസ്ഫേറ്റ്, ഡിയോക്സി റൈബോസ് പഞ്ചസാര, നൈട്രജൻ ബേസ്. ഫോസ്ഫേറ്റ് അടുത്തൊരു ന്യൂക്ലിയോടൈഡ് ഏതാ? അടുത്ത ഫോസ്ഫേറ്റ്, അടുത്ത ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസ്. ഫോസ്ഫേറ്റ്, ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഇത് ഓരോന്നും ഓരോ ന്യൂക്ലിയോടൈഡുകളാട്ടോ. ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് DNA അടിസ്ഥാന നിർമ്മാണ ഘടകമാണ്. ഓരോ ന്യൂക്ലിയോടൈഡിലും ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളാലാണ് നിർമ്മിതമായിട്ടുള്ളത്. നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സാധനം അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ 4 നൈട്രജൻ ബേസസ് ആണ് DNA-യിലുള്ളത്. അന്ന് പറഞ്ഞാൽ നൈട്രജൻ അടങ്ങിയുള്ള ഒരു ആൽക്കലി സ്വഭാവമുള്ള സംയുക്തത്തിനെയാണ് നമ്മൾ നൈട്രജൻ ബേസ് എന്ന് പറയുക. നൈട്രജൻ ഉള്ള ഒരു ആൽക്കലി, അതാണ് നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. പിന്നെ ഡിയോക്സി റൈബോസ് പഞ്ചസാര എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര കാർബൺ ആണെന്നറിയുള്ളത്? 5 കാർബൺ പഞ്ചസാരയാണ്. 5 കാർബൺ, 5 കാർബൺ ആറ്റം അടങ്ങിയിട്ടുള്ള ഒരു പഞ്ചസാരയാണ് ഈ പറയുന്ന ഡിയോക്സി റൈബോസ് പഞ്ചസാര. പിന്നെ ഫോസ്ഫേറ്റ് ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകളുടെ രൂപീകരണത്തിൽ പങ്കെടുക്കുന്നു. ന്യൂക്ലിയോടൈഡുകൾ എന്താ? ഇതൊരു ന്യൂക്ലിയോടൈഡ് അല്ലേ? ഈ ന്യൂക്ലിയോടൈഡിനെ അടുത്ത ന്യൂക്ലിയോടൈഡുമായിട്ട് ആരാ ബന്ധിക്കുന്നത്? ഫോസ്ഫേറ്റ് ആണ് അല്ലേ? ഇവിടെ ബന്ധിക്കുന്ന ആരാണ്? ഈ ഫോസ്ഫേറ്റ് ആണ് അടുത്തടുത്തതായിട്ട് കണക്ട് ചെയ്യണത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫോസ്ഫേറ്റിന്റെ ധർമ്മം എന്താണ്? ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിക്കുന്ന ബോണ്ടുകളുടെ രൂപീകരണത്തിൽ പങ്കെടുക്കുന്നു. അപ്പൊ ഇത്രയുമാണ് എന്തുള്ളൂ മക്കളെ പഠിക്കാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതാണ് DNA ചുറ്റുകോവണി മാതൃകയിൽ പഠിക്കാനുള്ളൂ. സിമ്പിൾ അല്ലേ? മിസ് ഒന്നും കൂടി ബ്രീഫായിട്ട് ഓടിച്ച് പറയട്ടെ. ഓക്കെ, DNA-യിൽ പഞ്ചസാര, ഫോസ്ഫേറ്റ് എന്നിവ ചേർന്നിട്ട് ഇഴകൾ ഫോം ചെയ്യുക. അപ്പൊ നമ്മൾ ചോദിക്കുക ഏത് പഞ്ചസാരയാ? ഡിയോക്സി റൈബോസ് പഞ്ചസാരയുണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്. ഇനി അതിന്റെ കൂടെ നൈട്രജൻ ബേസും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെന്താ വിളിക്കുക? ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കും. ഓക്കെ, ഈ ന്യൂക്ലിയോടൈഡില് ഫോസ്ഫേറ്റ് ആണ് ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകളുടെ രൂപീകരണത്തിൽ പങ്കെടുക്കുന്നത്. ആൻഡ് നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഒരു ആൽക്കലി സംയുക്തത്തിനെയാണ് നൈട്രജൻ ബേസ് എന്ന് പറയാം. ഡിയോക്സി റൈബോസ് പഞ്ചസാര എന്ന് പറഞ്ഞാൽ 5 കാർബൺ ഉള്ള ഒരു പഞ്ചസാരയാണ് നമ്മൾ ഡിയോക്സി റൈബോസ് പഞ്ചസാര എന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പടികൾ കാണാം. ഈ പടികൾ എന്ന് പറയുന്നത് നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നിട്ട് അല്ലെ, 2 നൈട്രജൻ ബേസുകൾ ഇങ്ങനെ ജോഡി പെയറിങ് നടന്നിട്ടാണ് ഇവിടെ പടികൾ ഉണ്ടാവുന്നത്. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. DNA ചുറ്റുകോവണി മാതൃക കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെ മിസ് ഇവിടെ ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ ഇത് നമുക്ക് ഇത്രയും ഒന്നും ഫില്ല് ചെയ്യാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മിസ് ഇവിടെ ABCDE എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇത് താഴേക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇവിടെ A എന്താന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്, B എന്താന്നുള്ളത് താഴെ എഴുതിയിട്ടുണ്ട്, C എന്താന്നുള്ളത് താഴെയായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം
DNA-യിലെ ഇഴകളുടെ എണ്ണം, എത്ര ഇഴകൾ ചേർന്നിട്ടാണ് DNA ഉണ്ടാവുന്നത്? 2 ഇഴകൾ അല്ലെ, നമ്മൾ കണ്ടു. 2 ഇഴകൾ ചേർന്നിട്ടാണ് DNA ഉണ്ടായിട്ടുള്ളത്. ഇനി ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ ഏതാണ്? ഇതാണ് ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്ര. അതാ ഈ ഇഴകൾ നിർമ്മിച്ചിട്ടുള്ളത് പഞ്ചസാര, ഫോസ്ഫേറ്റ്. ഏത് പഞ്ചസാര? ഡിയോക്സി റൈബോസ് പഞ്ചസാരയും പിന്നെ ഫോസ്ഫേറ്റും കൂടെ ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? ഈ എഴുതുന്ന പോർഷനിലാണ് കേട്ടോ ഇത് എഴുതേണ്ടത്. ഡിയോക്സി റൈബോസ് പഞ്ചസാരയും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും. ഓക്കെ. മൂന്നാമത്തേത്, പടികൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ ഏതാണ്? നൈട്രജൻ ബേസുകൾ വെച്ചിട്ടല്ലേ നമ്മൾ പടികൾ നിർമ്മിച്ചിട്ടുള്ളത്. ഈ പടികൾ, ഇതല്ലേ പടികൾ. ഇവിടെ എന്താണുള്ളത്? നൈട്രജൻ ബേസ്. ഇതാ ഈ പടികളിൽ എന്താണുള്ളത്? നൈട്രജൻ ബേസ് ആണുള്ളത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി വിവിധ തരം നൈട്രജൻ ബേസുകൾ, DNA-യിലുള്ള വിവിധ തരം നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? എന്ത് സിമ്പിൾ ആണല്ലേ. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. നെക്സ്റ്റ് എന്താണ്? പടികൾ രൂപപ്പെടുന്ന വിധം. എങ്ങനെയാ പടികൾ രൂപപ്പെടുന്നത്? ദാ നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നല്ലേ ഉണ്ടാവുന്നത്. നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നിട്ടല്ലേ പടികൾ ഉണ്ടാവുന്നത്. ദാ ഇവിടെ അഡിനിൻ തൈമിനായിട്ട് ജോഡി ചെയ്തു, സൈറ്റോസിൻ ഗ്വാനിനുമായിട്ട് ജോഡി ചെയ്തു. ഇങ്ങനെ ജോഡി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ പടികൾ ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, നൈട്രജൻ ബേസുകൾ ജോഡി ചേരുന്ന വിധം. എങ്ങനെയാണ് നൈട്രജൻ ബേസുകൾ ജോഡി ചേരുന്നത്? ഇത് നമുക്ക് സിമ്പിളാ. അഡിനിൻ എപ്പോഴും തൈമിനായിട്ട് അല്ലെ, മിസ് ATM എന്ന് ആലോചിക്കാൻ പറഞ്ഞു. അഡിനിൻ എപ്പോഴും തൈമിനായിട്ടായിരിക്കും ജോഡി ചേരുന്നുണ്ടാവുക. ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ജോഡി ചേരുന്നുണ്ടാവുക. നെക്സ്റ്റ്, ഏഴാമത്തത് നമ്മൾ ഈന്ന് എഴുതിയിട്ട് ആൻസർ എഴുതിയിട്ടുണ്ട്. ന്യൂക്ലിയോടൈഡിലെ തന്മാത്രകൾ. ന്യൂക്ലിയോടൈഡിൽ ആരൊക്കെയാ ഉള്ളത്? ഇതാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് ന്യൂക്ലിയോടൈഡ്, നമ്മുടെ DNA-യുടെ അടിസ്ഥാന ഘടകം. ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? ഒരു നൈട്രജൻ ബേസും ഉണ്ട്. അതാണ് നൈട്രജൻ ബേസ്, ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഫോസ്ഫേറ്റ്. കഴിഞ്ഞു. നമ്മൾ വളരെ നീറ്റായിട്ട് നമ്മുടെ ടേബിൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. സിമ്പിൾ അല്ലേടാ ഇത്? അതെ, DNA-യുടെ മോഡൽ വളരെ സിമ്പിൾ ആണല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഏതാണ് അടുത്തത്? DNA-യുടെ വലുപ്പം. DNA എത്രത്തോളം വലുതാണ്? DNA-യുടെ വലുപ്പം. ഓരോ ക്രോമസോമിലെയും DNA-ക്ക് ഏകദേശം 2 ഇഞ്ച്. ഒരു ക്രോമസോമിലുള്ള DNA-ക്ക് 2 ഇഞ്ച്. അതായത് 2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ, അയ്യോ മിസ് ഞങ്ങൾക്ക് ഇഞ്ച് കണക്കൊന്നും അറിയില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് 2 ഇഞ്ച് എന്ന് പറയുമ്പം 5 സെന്റിമീറ്റർ നീളമായിരിക്കും ഉണ്ടാവുക. ഒരു മനുഷ്യകോശത്തില് 46 ക്രോമസോമുകളിലെയും DNA-കൾ ചേർന്നാൽ ഏകദേശം 6 അടി നീളം വരും. 6 അടി എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ഒരു പുതിയൊരു പോയിന്റും കൂടെ ഇതിന്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണ്? മനുഷ്യ ശരീരത്തിലെ 46 ക്രോമസോം. അപ്പൊ മനുഷ്യ ശരീരത്തിൽ എത്ര ക്രോമസോമാണ് നോർമലി ഉണ്ടാവുക? 46 ക്രോമസോം ആണ് ഉണ്ടാവുക. ഓക്കെ, ആ ഒരു അഡീഷണൽ പോയിന്റും കൂടെ നിങ്ങൾ അതിന്റെ കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഒരു മനുഷ്യകോശത്തില് 46 ക്രോമസോമും കൂടി ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2 മീറ്റർ അല്ലെ, 6 അടി നീളമാണ് ഉണ്ടാവുക. മനുഷ്യ ശരീരം ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1,00,000 കോടി കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ്. നമ്മുടെ ശരീരത്തിൽ 1, 2, 10, 15, 20, 100, 1000 കോശങ്ങളല്ല ഉള്ളത് അല്ലെ. നിങ്ങൾക്കറിയാം എന്തോരം കോശങ്ങളുണ്ട്. ഒരു ട്രില്യൺ, 1,00,000 കോടി കോശങ്ങളുണ്ട്. അപ്പൊ ആ കോശത്തിലെല്ലാം എന്തുണ്ടാവും? ന്യൂക്ലിയസ് ഉണ്ടാവും. അതിലൊക്കെ ക്രോമസോം ഉണ്ടാവില്ലേ? ഉണ്ടാവും. എല്ലാ കോശത്തിലെയും DNA-കളെ കൂട്ടിയോജിപ്പിച്ചാൽ അത് ഏകദേശം 67 ബില്യൺ. 1 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കോടിയാണ്. അത്രയും മൈൽ വരും. അതായത് 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയായിട്ടുള്ള 67 ബില്യൺ കോശങ്ങൾ, അത്രയും എന്തുണ്ട്? മൈല് ദൂരമുണ്ട്. അത്രയും ഇതെന്ന് പറയണത് ഭൂമിയെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാൻ വേണ്ടിയിട്ട് പര്യാപ്തമാണ്. നമുക്ക് ഒരു ഭൂമിനെ ഒരു റൗണ്ട് അല്ല, 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാൻ മാത്രം ഓരോ മനുഷ്യന്റെയും ശരീരത്തിൽ എന്തുണ്ടെന്നാ പറയണത്? നമ്മുടെ അത്രയും ലെങ്ത് ഉണ്ട് ഇതിന്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ DNA-യുടെ വലുപ്പം പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, സാധാരണ പഞ്ചസാരയും DNA-യിലെ പഞ്ചസാരയിലെ തന്മാത്രയും എപ്രകാരം
വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സാധാരണ പഞ്ചസാരയും DNA-യിലെ പഞ്ചസാര ഏതാ മക്കളെ? ഡിയോക്സി റൈബോസ് അല്ലേ? ഡിയോക്സി എന്ന് എഴുതാം, ഇങ്ങനെ എഴുതാം കേട്ടോ. ഡിയോക്സി റൈബോസ് പഞ്ചസാര. ഈ റൈബോസ് പഞ്ചസാരയിൽ നിങ്ങൾക്ക് പേരിൽ തന്നെ അറിയാം, സാധാരണ നമുക്ക് അറിയണം ഇപ്പൊ ഗ്ലൂക്കോസ് അങ്ങനത്തെ കുറെ പഞ്ചസാരകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ സുക്രോസ് എന്ന് പറയണത് അല്ലെ. ഈ ഡിയോക്സി റൈബോസ് പഞ്ചസാരയില് രണ്ടാമത്തെ കാർബൺ, എത്ര കാർബൺ ഉള്ളത്? 5 കാർബൺ ഇല്ലേ മൊത്തത്തില് അല്ലെ? 5 കാർബൺ ഉള്ള ഒരു സംയുക്തമല്ലേ. ഇതിനകത്ത് രണ്ടാമത്തെ കാർബണില് ഒരു ഓക്സിജൻ ഇല്ല. അതുകൊണ്ടാണ് ഇതിനെന്താ പറയുന്നത്? ഡിയോക്സി. ഡി മീൻസ് റിമൂവൽ എന്നാണ്. അപ്പോൾ ആ ഓക്സിജൻ പോയിട്ടുണ്ടാവും. അതാണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നോക്കൂ, ഇത്രയും വലിയ DNA-യെ കുഞ്ഞു കോശങ്ങളിലെ ക്രോമസോമുകളിൽ ഉൾക്കൊള്ളിക്കുന്നത് എങ്ങനെ അല്ലെ? DNA എന്തോരം വലുതാ. ഇതെങ്ങനെയാണ് നമ്മുടെ കുഞ്ഞു കോശത്തിലുള്ള ഈ ഒരു ക്രോമസോമിന്റെ അകത്തേക്ക് ഉൾക്കൊള്ളിക്കുന്നത് എങ്ങനെയെന്നാണ് അതാ ഈ ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. കുട്ടിക്ക് ഡൗട്ട് വന്നേക്കണത്. നിങ്ങൾക്കും ഇങ്ങനെ പഠിക്കുമ്പോൾ ഡൗട്ടുകളൊക്കെ വരാറില്ലേ? അപ്പം അത് പഠിക്കാൻ നോക്കുമ്പോഴാണ് ഇവിടെ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ പഠിക്കണം. ഓക്കെ, സിമ്പിളാണ്. കാണുമ്പോൾ അയ്യോ ഇതെന്താ പാമ്പഴയുന്നതാണോ എന്നൊക്കെ തോന്നും, പക്ഷെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ DNA-യുടെ ചുറ്റുകോവണിയാണ് ഇവിടെ കാണുന്നത് അല്ലെ. DNA മോഡൽ, DNA ആണിത്. ഈ DNA-യിൽ നിങ്ങൾക്ക് പടികളൊക്കെ കാണാം. കുറച്ചും കൂടി നന്നായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇവിടെ ഒരു പ്രോട്ടീൻ കാണാൻ പറ്റും. ഇതാണ്, ഈ പ്രോട്ടീനെയാണ് നമ്മൾ എന്ത് പറയുക? ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് വിളിക്കുക. ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് വിളിക്കാം. ഓക്കെ, ഈ ഒരു ഹിസ്റ്റോൺ പ്രോട്ടീനിന്റെ DNA-യിൽ ഇതിനുള്ളിലുണ്ട്. ഇതില് 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ഇങ്ങനെ കൂടിച്ചേരും. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് പറയും? 8 എണ്ണം ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കും. ഓക്കെ, ഒക്ട എന്ന് പറഞ്ഞാൽ 8 എന്നാണ് മീനിങ്. സോ നമ്മൾ 8 ഹിസ്റ്റോൺ, ഇത് ഓരോരോ ഹിസ്റ്റോൺ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചു തന്നേക്കാണ്. ഇങ്ങനെ 8 എണ്ണം ചേർന്നിട്ട് 1 2 3 4 5 6 7 8 എണ്ണം, അങ്ങനെ 8 എണ്ണം ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഹിസ്റ്റോൺ ഒക്ടാമർ ഫോം ചെയ്യും. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ മുകളിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ DNA ഇങ്ങനെ വൈൻഡ് ചെയ്യും അല്ലെ. ഇതിനെ ഇങ്ങനെ ചുറ്റിയിട്ടായിരിക്കും എന്തുണ്ടാവുക? DNAs ഉണ്ടാവുക. ഇങ്ങനെ ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ മുകളിൽ കൂടെ DNA ഇങ്ങനെ വൈൻഡ് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കണ പേരാണ്, പുതിയൊരു പേരാണ് കേട്ടോ. എന്താ വിളിക്കുക? ന്യൂക്ലിയോസോം എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ന്യൂക്ലിയോസോം. എന്താ ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോൺ ഒക്ടാമറിനെ വൈൻഡ് ചെയ്ത് കൊണ്ടിട്ട് DNA കാണുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ന്യൂക്ലിയോസോം എന്ന് വിളിക്കുക. എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ചുറ്റി ഇവിടെ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക എന്നറിയോ മക്കളെ? ക്രോമസോം എന്ന് വിളിക്കുക. എന്താണ്? ക്രോമസോം. ഈ ക്രോമസോമിന്റെ നടുവിൽ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ കാണാം, അതാണ് സെൻട്രോമിയർ. എന്താണ്? സെൻട്രോമിയർ. പിന്നെ ഈ ചിറക് പോലെ കാണുന്ന, അല്ലെങ്കിൽ എന്താ ഇതിന്റെ ആംസ് അല്ലേ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രൊമാറ്റിഡ് എന്ന് വിളിക്കും. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പം ക്രൊമാറ്റിൻ ജാലികയും ക്രോമസോമും തമ്മിലുള്ള ബന്ധം നിങ്ങളടുത്ത് കണ്ടെത്താൻ വേണ്ടി പറയുന്നുണ്ട്. ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുമ്പോൾ ഒരു ഓർഡർ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ക്രോമസോം ആവുമ്പോൾ അത് ക്രൊമാറ്റിൻ ജാലിക കണ്ടൻസ്ഡ് ആയിട്ട് ഇതുപോലൊരു സ്ട്രക്ചർ ആയിട്ട് മാറും. ഓക്കെ, കൈയും കാലൊക്കെ ആയിട്ട് ഇങ്ങനെ സ്ട്രക്ചർ ആയിട്ട് മാറും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പഠിച്ചിട്ടുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ പഠിച്ചിട്ടുള്ളത്? സോ ഈ ഒരു DNA 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകളെ ചുറ്റി വരും. ഈ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ഒരുമിച്ച് വരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഹിസ്റ്റോൺ ഒക്ടാമറിനെ വൈൻഡ് ചെയ്തിട്ട് DNA വരുന്നതിന് നമ്മൾ എന്താ വിളിക്കുക? ന്യൂക്ലിയോസോം എന്ന് വിളിക്കും. പിന്നെ ഈ ഒരു ക്രോമസോമിന് എന്തുണ്ട്? സെൻട്രോമിയറും ഉണ്ട്, ക്രോമാറ്റിഡ്സും ഉണ്ട്.
സെയിം കണ്ടൻസ് ആണ്. നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ക്രോമസോം എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്. DNA-യും ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുകളുമാണ് മുഖ്യമായും ക്രോമസോമിലുള്ളത്. ക്രോമസോമിൽ എന്താ ഉള്ളത്? DNA-യും ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുമാണ് ക്രോമസോമിലുള്ളത്. 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നു. 8 ഹിസ്റ്റോണുകൾ കൂടി ചേർന്നിട്ട് എന്താ ഫോം ചെയ്യണത്? ഹിസ്റ്റോൺ ഒക്ടാമർ ഫോം ചെയ്യും. ഈ ഒക്ടാമറിനെ DNA ഇഴകൾ വലയം ചെയ്ത് ന്യൂക്ലിയോസോം, അല്ലെ മിസ് ഇപ്പൊ പറഞ്ഞു, ന്യൂക്ലിയോസോം എന്ന ഘടന ഉണ്ടാകുന്നു. നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്ത് ചുരുളുകളാക്കിയും ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയുമാണ് ക്രോമസോമുകൾ ഉണ്ടാവുന്നത്. ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രോമാറ്റിഡുകൾ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതാണ് ക്രോമസോം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ സെൻട്രോമിയർ, അല്ലെ ഇതിന്റെ പോർഷനെ പറയുന്ന പേരെന്താണ്? സെൻട്രോമിയർ. അപ്പൊ ഒരു ക്രോമസോമിൽ തന്നെ സെൻട്രോമിയറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രോമാറ്റിഡുകൾ എന്ന് പറയുന്നത്. ക്രോമാറ്റിഡുകൾ. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു പോർഷൻ എന്തൊക്കെ പഠിച്ചു? ഹിസ്റ്റോണുകളെ പറ്റി പഠിച്ചു, ഹിസ്റ്റോൺ ഒക്ടാമറിനെ പറ്റി പഠിച്ചു, ന്യൂക്ലിയോസോമിനെ പറ്റി പഠിച്ചു, സെൻട്രോമിയർ, ക്രോമാറ്റിഡുകൾ. ഇത്രയാണ് ഉള്ളത്. അപ്പൊ ക്രോമസോമിന്റെ നിർമ്മാണ ഘടകങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ, ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ട്. ഹിസ്റ്റോൺ പ്രോട്ടീൻസ് 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഒരുമിച്ച് ചേർന്ന് ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാവും. എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ DNA വൈൻഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോസോം എന്ന് വിളിക്കുന്നത്, അല്ലെ. അത് ചുരുളുകളായിട്ടാണ് ക്രോമസോം ഫോം ചെയ്യണത്. പിന്നെ ഹിസ്റ്റോണും ന്യൂക്ലിയോസോമും. 8 ഹിസ്റ്റോൺ ചേർന്നിട്ട് ഹിസ്റ്റോൺ ഒക്ടാമർ ആയിട്ട് DNA വന്ന് വൈൻഡ് ചെയ്യുന്നതിനെ നമ്മൾ ന്യൂക്ലിയോസോം എന്ന് വിളിക്കും. ക്രോമസോം എങ്ങനെയാണ് രൂപപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. ക്രോമാറ്റിഡ് എന്താന്ന് പറഞ്ഞു, സെൻട്രോമിയർ എന്താന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ സ്പീഷീസിലും നിശ്ചിത എണ്ണം ക്രോമസോമുകളാണ് ഉള്ളത്. ഓരോ സ്പീഷീസിൽ ഒരു ഡെഫിനറ്റ് നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടായിരിക്കും. മനുഷ്യന്റെ കേസിൽ അത് എത്രയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 46 ക്രോമസോം, അല്ലെ. 46 ക്രോമസോം അഥവാ എത്ര ക്രോമസോം ആണ്? അല്ലെങ്കിൽ എങ്ങനെ പറയാം? 23 ജോഡി ക്രോമസോം എന്ന് പറയാം, അല്ലെ. 23 ജോഡി എന്ന് പറഞ്ഞാൽ 46 ആണെന്ന് അറിയാമല്ലോ, അല്ലെ. ഒരു ജോഡി എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണ്. അപ്പൊ 23 ജോഡി എന്ന് പറയുമ്പോൾ 46 ക്രോമസോം ആണ് മനുഷ്യന്മാരുടെ കേസിൽ ഉള്ളത്. സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പോർഷൻ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ജീവന്റെ ജനിതകം എന്നായിരുന്നു നമ്മുടെ ചാപ്റ്ററിന്റെ പേര്, ജീവന്റെ ജനിതകം. ഇതിനകത്ത് ജീൻ എഡിറ്റിങ്ങിന് രീതിശാസ്ത്രം വികസിപ്പിച്ചതിന് രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളതാണ് ജെന്നിഫർ എ ഡൗഡ്ന ആൻഡ് ഇമ്മാനുവൽ കാർപെന്റിയർ, അല്ലെ. ജീൻ എഡിറ്റിംഗ്, അല്ലെ, അത്രയും ചെറിയ ജീനിനെ, അല്ലെ, അത്രയും വലിയൊരു കോൺട്രിബ്യൂഷനാണ് അവർ നടത്തിയിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ജീനെ കൂടി നമുക്ക് കാണാൻ കഴിയില്ല, പിന്നെ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് നമ്മൾ DNA-യുടെ സ്ട്രക്ചറിലേക്ക് വന്നിട്ടുള്ളത്. DNA-യിൽ എവിടെയാണ് DNA കാണപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത ആൾക്കാരല്ലേ DNA-യുടെ ഘടന ചുറ്റുകോവണി മാതൃക ആവിഷ്കരിച്ചിട്ടുള്ള ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, റോസലിൻ ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിൻസ് ഇവരെ പറ്റി പറഞ്ഞു. അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ DNA-യുടെ ചുറ്റുകോവണി മാതൃകയെ പറ്റി പറഞ്ഞു. എന്തൊക്കെ? പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നിട്ട് ഇഴകൾ രൂപപ്പെടും. ഇഴകളുടെ ഇടയിൽ പടികൾ രൂപപ്പെടും. പടികൾ നൈട്രജൻ ബേസുകൾ വെച്ചിട്ട്. ഏതൊക്കെ നൈട്രജൻ ബേസസ് ആണ്? അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ നൈട്രജൻ ബേസസ് വെച്ചിട്ട്. പിന്നെ ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ്. അതിൽ ഓരോ ന്യൂക്ലിയോടൈഡിലും ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ടേബിളൊക്കെ ഫിൽ ചെയ്തു. അതിനുശേഷം നമ്മൾ DNA-യുടെ വലുപ്പം, അല്ലെ, എത്രത്തോളം വലുതാണ് DNA എന്ന് നമ്മൾ പറഞ്ഞു. സാധാരണ പഞ്ചസാരയും DNA-യിലെ പഞ്ചസാരയും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ എങ്ങനെയാണ് DNA, അല്ലെ, ഹിസ്റ്റോൺ എന്താണ്, ഹിസ്റ്റോൺ ഒക്ടാമർ എന്താണ്, DNA എങ്ങനെ വൈൻഡ് ചെയ്തിട്ടത് ന്യൂക്ലിയോസോം എന്ന പേരിൽ അറിയപ്പെടുന്നു, ക്രോമസോം എങ്ങനെ ഉണ്ടാവുന്നു, ക്രോമാറ്റിഡ് എന്താണ്, സെൻട്രോമിയർ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലെ. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ചാപ്റ്ററിലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.